ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ഇന്നുള്ളത് നമ്മുടെ കോഴിക്കോടാണ്. കോഴിക്കോട് ഈ വീട്ടിലേക്ക് ഞാൻ എത്തുന്നത് ഈ ഒരു വീട്ടിലെ എൻ്റെ ഒരു ഉദ്യോഗാർത്ഥിയെ കാണാനായിട്ടാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാണോ മിസ് ഈ വീട്ടിൽ വരുന്നത് അന്ന് ഞാൻ സർക്കാർ ജോലിയിൽ ഉണ്ടായിരിക്കും. അതെനിക്ക് തന്ന വാക്കായിരുന്നു. അതേപോലെ തന്നെ ആ വാക്ക് പാലിച്ചതിന് ശേഷമാണ് ഞാൻ സമീലത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായ സമീലത്തിനെ കാണാനായിട്ട്, സമീലത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിന്ന് പങ്കുവയ്ക്കാം. HSA റാങ്ക് ഹോൾഡറാണ് സമീലത്ത്. കഴിഞ്ഞ നാച്ചുറൽ സയൻസിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം സർവീസിൽ കയറിയതിനു ശേഷം ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാൻ. അത് നിങ്ങളെല്ലാവരും കേട്ടിരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമാകും. എന്താണെന്ന് പറയാം, കൊറോണ അല്ലേ ഇനി അടുത്ത കാലം ഒന്നും പരീക്ഷ വരാം. ഞാൻ മറക്കൂലല്ലോ, എൻ്റെ ലൈഫിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ദിവസമാണല്ലോ. അവൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, ഈ എക്സാം നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഉറപ്പായിട്ടും നിനക്ക് കിട്ടിയിരിക്കും. അത് വർക്കിംഗ് വിമണാണ്, 3 കുട്ടികളുടെ അമ്മയാണ്. ഇതൊക്കെ ആയിട്ട് പോലും ഒരു വലിയ ആവറേജ് സ്റ്റുഡൻ്റ് ആണ് എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് ഈ പറയുന്ന വലിയ റാങ്കിലേക്ക് എത്തിയത്. ഞാൻ വെറും 9 മാസം കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് മാം എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ ആദ്യം ഒരു ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ വീട്ടിലേക്ക് ഞാൻ വരുന്നത് സർക്കാർ സർവീസിൽ കയറി അതിന് ശേഷമാണ് വരുന്നതെന്ന്. അങ്ങനെ ആയിരുന്നില്ലേ ആഗ്രഹം? അതെ 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 മിസ് കുറേ പ്രാവശ്യം പറഞ്ഞതാണ്. അഡ്വൈസ് വന്ന സമയത്ത് ഞങ്ങൾ അടുത്ത ആഴ്ച വരട്ടോ എന്ന് ശ്രീകലാമ്മയും പറഞ്ഞു, ആശാമ്മയും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പോഴൊന്നും വരണ്ട, ജോലി കയറി കഴിഞ്ഞിട്ട് വന്നാൽ മതി. അതായത് അഡ്വൈസ് ഒക്കെ കിട്ടുന്ന പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, എല്ലാവരെയും ഒന്ന് നേരിട്ട് കാണാം എന്നൊക്കെയുള്ളത്. അപ്പം എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചു, സർവീസിൽ കയറിയില്ലേ. അതാണ്. നീ പറ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ ഇവരോട് പറഞ്ഞേക്കുന്നത് ജോലി കയറിയ ശേഷമുള്ള വിശേഷം. ഇപ്പം എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? സമീലത്ത് ടീച്ചർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ GHSS ഇരിങ്ങല്ലൂര്. ഞാൻ ജോയിൻ ചെയ്തത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലായിരുന്നു. GHSS മെഡിക്കൽ കോളേജ് ക്യാമ്പസ്. അതിവിടെ അടുത്ത് തന്നെയല്ലേ? ഇവിടെ അടുത്ത് തന്നെയാണ്. പ്രിസം പദ്ധതിയിലൊക്കെ ഉള്ള ഒരു സ്കൂളാണ്. നല്ല കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് സ്കൂളുകളിൽ ഒന്നാണ് HSA നാച്ചുറൽ സയൻസിലെ. എങ്ങനെയുണ്ട് മക്കളൊക്കെ? എങ്ങനെയുണ്ട് സ്കൂളിലെ മക്കളൊക്കെ? നമ്മൾ പ്രതീക്ഷിച്ച പോലൊക്കെയാണ്? സ്കൂളിൽ ഞാൻ ലാസ്റ്റിലാണല്ലോ കയറിയത്. അതായത് ഒരു അക്കാഡമിക് ഇയർ കഴിയാറായ ഞാൻ ഫെബ്രുവരി 5-നാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റേഴ്സൊക്കെയാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. നല്ല കുട്ടികൾ. ഞാൻ മുന്നേ മറ്റു പല സ്കൂളുകളിലും വർക്ക് ചെയ്തിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ബെറ്റർ ആയി തോന്നി. നല്ല ഫാർ ബെറ്റർ. എനിക്ക് അത് എൻ്റെ കാപ്പബിലിറ്റി കൂട്ടിയതാണോ എന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുട്ടികളെ. എനിക്ക് തോന്നുന്നു ഇയാൾ കുറേ വർഷമായിട്ട് ഇപ്പൊ ഇങ്ങനെ ഇതായിട്ട് ഗസ്റ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ? കുറച്ച് വർഷം പോയില്ലേ? പോയി കുറച്ച് വർഷം നരിക്കുനി സ്കൂളിൽ കുറച്ച് വർഷം പോയിരുന്നു. പിന്നെ കുറെ മുന്നേ ഹിമായത്ത് സ്കൂളിൽ വർക്ക് ചെയ്തു. പിന്നെ ഞാൻ ഗൾഫില് ഒമാനി സ്കൂളുകളിലൊക്കെ അറബി കുട്ടികൾ. ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും കിട്ടിയതായിരിക്കും അല്ലേ? എങ്കിലും HSA ആയപ്പോഴെന്താ തോന്നിയത്? ഭയങ്കര സന്തോഷം. അത് ദൈവത്തോട് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും അത് മതിയാവൂല അത്രയും. കാരണം ചെറുപ്പം മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ബയോളജി ടീച്ചറാവാന്ന്. ടീച്ചറായാൽ പോരാ, ബയോളജി തന്നെ ആവണം. അതെന്താണെന്നറിയില്ല, ഒരു ഭയങ്കരമായ ഒരു ഇഷ്ടം. 2 ഓപ്ഷൻ ആയിരുന്നു എനിക്കുള്ളത്. ഒന്നെങ്കിൽ BSc നഴ്സിംഗ്, അല്ലെങ്കിൽ HSA നാച്ചുറൽ സയൻസ് ബയോളജി ടീച്ചറാവണം. അപ്പോൾ ടീച്ചർ ഇങ്ങനെ ബയോളജി ഞാനിങ്ങനെ 8ാം ക്ലാസ് 9ാം ക്ലാസ് ആ സമയത്തൊക്കെ മിസ് ഇങ്ങനെ വരച്ച് ഓരോ കിഡ്നിയുടെ പാർട്സും അതൊക്കെ പഠിപ്പിക്കും. ഞാൻ അങ്ങനെ എടുക്കുന്നതായിട്ട് ഞാൻ ഇമാജിൻ ചെയ്തിരുന്നു. ഞാനതിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കാണാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അപ്പോഴേ കാണാറുണ്ട്. വിഷൻ ബോർഡൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത ടീമാണ് അല്ലേ? അപ്പോൾ ഈ ഒരു നമുക്ക് ഈ ഒരു ഇപ്പം സ്കൂളിൽ കയറി ഇത് ഭയങ്കര ആഗ്രഹിച്ച സ്വപ്ന തുല്യമായ ഒരു ജോലിയിലേക്ക് എത്തി അല്ലേ? അതും ഞാൻ ആഗ്രഹിച്ച സ്കൂളിൽ തന്നെ ആണ് കിട്ടിയത്. ഞാനിപ്പോൾ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ അവിടുത്തെ HM പറഞ്ഞു, നീ നേരെ പോയിട്ട് ആദ്യം നീ ഒരു ലോട്ടറി എടുക്കുന്ന. കാരണം എന്താ വെച്ചാല് ആദ്യമായിട്ട് നീ എഴുതുന്ന ഒരു PSC എക്സാമാണ്. അതിൽ നിനക്ക് 10ന്റെ താഴെ ഏറ്റവും മികച്ചൊരു റാങ്ക് കിട്ടി, അതും ഫസ്റ്റ് മുസ്ലിം ആയിട്ട് നീ കയറും. അതും HSA പോലെയുള്ള ഇത്രയും വലിയൊരു എക്സാമിൽ ടേൺ 4 ആയിട്ട് കയറാന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അതും നമ്മളെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ പിന്നെ ഇഷ്ടമുള്ള അടുത്തുള്ള സ്കൂൾ നീ ആഗ്രഹിച്ച അതേ സ്കൂള് ശരിക്കും നീ ഒരു ലോട്ടറി എടുത്ത് അടിക്കുമെന്ന് പറഞ്ഞു. അതാണ് അതിനൊരു വലിയ ദൈവം
നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം, നമ്മളെ ഹാർഡ് വർക്ക്. സമീലത്ത് അതാണ് എനിക്ക് പറയാനുള്ളത്. ആ ഹാർഡ് വർക്ക് ഉണ്ട്. ഇന്ന് സമീലത്ത് ഇത്ര കോൺഫിഡൻസിൽ ചിരിച്ച് നിൽക്കുന്നെങ്കിൽ ഇതിന് തൊട്ട് മുമ്പിലുള്ള എല്ലാ സ്റ്റേജും കണ്ട വ്യക്തികളാണ് ഞങ്ങൾ എല്ലാവരും. അതായത് അതിൽ കരച്ചിലുണ്ടായിരുന്നു, ആകാംക്ഷകളുണ്ടായിരുന്നു അല്ലേ? പരീക്ഷയുടെ ഓരോ സമയത്തിലും ഓരോ സ്റ്റേജുകളിലും ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെ പോലെ നിങ്ങളൊക്കെ പോലെ അനുഭവിച്ച ആ ഒരു കാലഘട്ടം, അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര എന്താ പറയാ, വല്ലാത്ത, നമ്മളെ ഇത്രയും അനുഗ്രഹിച്ച് നമ്മളെ ഇത്രയും ഉയരത്തിൽ എത്തിച്ചല്ലോ എന്നുള്ള ഒരു വല്ലാത്തൊരു, അതൊക്കെ ആ പരീക്ഷണങ്ങളെല്ലാം നല്ലതായിരുന്നു. നമ്മൾ വിജയിച്ചു അതിൽ. ആ പരീക്ഷണങ്ങൾ ആ കാലയളവിലൂടെയാണ് എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മുടെ HSC പരീക്ഷയ്ക്കൊക്കെ വരുമ്പോഴേ ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ ഈ ഒരു കാലയളവിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ആ അന്നുണ്ടായിരുന്ന സമയങ്ങളിലൂടെ പോലെ തന്നെ പോകുന്ന ആൾക്കാരാണ്. അവരൊക്കെ ഇപ്പോൾ എന്തായിരിക്കും, അവരോട് എന്തായിരിക്കും വിജയിച്ച ആളെന്നുള്ള രീതിയിൽ പറയാനുള്ളത്? ഞാൻ കോവിഡിൻ്റെ സമയത്ത് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. കോവിഡ് അല്ലാത്തൊരു സമയത്ത് ഞാനൊരു പുറത്തൊരു സ്ഥലത്ത് പോയി, അതായത് ഓഫ്ലൈൻ ക്ലാസ്സിന് പോയി പഠിച്ച് അവരായിട്ട് ഞാനൊരു ഓഫ്ലൈൻ ക്ലാസ്സിന് ചേർന്നിരുന്നു. പക്ഷേ ആകെ ഇത് UP യുടെ കാര്യത്തിലല്ലേ പറയുന്നത്? UP ആദ്യം എഴുതിയത് UP ആണ് അല്ലേ? അപ്പോൾ അതിൽ UP എക്സാമിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ വെറും 3 ക്ലാസ് പോയപ്പോഴേക്കും കൊറോണ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പോകാൻ പറ്റാത്ത സിറ്റുവേഷനായി. പിന്നെ അവർ ഓൺലൈൻ ക്ലാസ് ചെയ്തിരുന്നു, പക്ഷേ എനിക്കത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പം മീൻസ് ലൈവ് ക്ലാസ്സുകളാണ്, നെറ്റിൻ്റെ ഇഷ്യൂസും പിന്നെ അതല്ലാണ്ട് അത് ഫോളോ ചെയ്യാൻ മൊത്തത്തിലൊരു ബുദ്ധിമുട്ട്. അപ്പോഴാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് ഞാൻ ഇറങ്ങി. അത് ലാസ്റ്റ് മിനിറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ലാസ്റ്റ് മിനിറ്റ് ആണോ? അല്ല, അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എടുത്തു. പക്ഷേ പരീക്ഷ ആകാറായപ്പോഴാണോ? അല്ല, അതിൻ്റെ കുറച്ച് മുന്നേ എടുത്തു. പക്ഷേ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് അറിയാം, കൊറോണ അല്ലേ ഇനി അടുത്ത കാലം ഒന്നും പരീക്ഷ വരാം. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ PSC പറഞ്ഞ എന്താണിത്. അപ്പോൾ പൊതുവേ ഇങ്ങനെ അടുത്തുള്ള നമ്മൾ അറിയുന്ന ചില വ്യക്തികൾ നമ്മളോട് പറയുന്നത് എക്സാം ഇനിയിപ്പോൾ ഈ കൊറോണ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും എക്സാം എന്നാണ്. പക്ഷെ കൊറോണ കഴിയുന്ന ഒരു ലക്ഷണവും ഇല്ല. അപ്പോൾ ഞാൻ ഒന്നും പഠിച്ചില്ല. പിന്നെ എക്സാമിൻ്റെ നമ്മളെ കൺഫർമേഷൻ ഒക്കെ വന്ന് പിന്നെ അതും കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ബോധം വന്നത്. അപ്പോഴാണ് മിസ്സിനെ പഠിച്ചു തുടങ്ങുന്നത്. പിന്നെ ഇടയ്ക്ക് മിസ്സിനെ ആതിര മാമിനൊക്കെ ഞാൻ വിളിക്കാറുണ്ടായിരുന്നു. വിഷ്ണു സാറിനെ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഡൗട്ട് ഒക്കെ അങ്ങനെ വിളിച്ചു. എല്ലാരെയും വിഷ്ണു സാറിനെ ആതിര മിസ്സിനെ ഒക്കെ വിളിച്ച് അങ്ങനെ. എന്നിട്ട് ലാസ്റ്റ് എക്സാം ആയപ്പോൾ 1.5 മാസം മുന്നേ ആണല്ലോ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, ഞാൻ കേട്ടറ്റ് എക്സാം ഇതേപോലെ അവസാന മൊമെന്റിൽ ഒരു തട്ടിപ്പടഞ്ഞ എക്സാം എഴുതിയാ 1 മാസം കൊണ്ട് കേട്ടറ്റ് കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു 1.5 മാസം കൊണ്ട് PSC കിട്ടുന്നു. വലിയ ഐഡിയ ആയിരുന്നു. അത് പാളി. കേട്ടിട്ട് എന്ന് പറയുന്നത് ഒരു വലിയ എക്സാമാണ്. എത്രയോ ടീച്ചേഴ്സ് എത്രയോ വർഷങ്ങൾ അതിന് ട്രൈ ചെയ്തിട്ട് കിട്ടാത്തത് ഞാൻ എൻ്റെ കൺമുന്നിൽ കണ്ടു. ആ എക്സാം അവിടെ പോയ സമയത്ത് എനിക്ക് മലയാളം ശരിക്കും എഴുതാൻ കഴിയുന്നില്ല. കാരണം ഒരു 10 വർഷമായിട്ട് മലയാളം ഒട്ടും യൂസ് ചെയ്യാത്ത ഒരാള് പെട്ടെന്ന് മലയാളം വന്ന് എഴുതുമ്പം ഭയങ്കര സ്ലോ, പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, ഒന്നും അറിയില്ല. അങ്ങനത്തെ ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കേട്ടറ്റിൻ്റെ റിസൾട്ട് വന്നപ്പം കാറ്റഗറി 3ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ചത്. പക്ഷെ അത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്ന് ആ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ 2 കൂടി ട്രൈ ചെയ്യാൻ വിചാരിച്ചത്. പക്ഷേ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കാറ്റഗറി 3 കിട്ടിയ ഒരേ ഒരാൾ ഞാനാണ്, HSC നാച്ചുറൽ സയൻസിന്. പിന്നെ കാറ്റഗറി 2 കിട്ടി. അപ്പം 2ഉം 3യും ഈ 1 മാസം കൊണ്ട് ഞാൻ തട്ടിപ്പണി അത്രയും ഓണം ഉറക്കില്ലാണ്ട് പഠിച്ച്. അപ്പൊ അത് തന്നെയായിരിക്കും LP UP അതെ UP അസിസ്റ്റന്റിന് അതേ രീതിയിൽ അതൊരു 1 മാസമുള്ള 1.5 മാസമൊക്കെ കിട്ടും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ അവിടെ ഒരു എനിക്കറിയാം ആ UP ഒരു പരാജയം ഉണ്ടായിരുന്നു. അതായത് റിവിഷൻ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത് കൊണ്ട് ഒരു പരാജയം ഉണ്ടായിരുന്നു. അതിനെ HSIയിലേക്ക് അത് മാറ്റിപ്പിടിച്ചോ? തീർച്ചയായും അത് പിടിക്കണമല്ലോ. അതേ രീതിയിൽ നമ്മൾ പോവാണെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ ജയിക്കാൻ പോകുന്നില്ല. കാരണം ഞാൻ വിചാരിച്ചു എക്സാം ഞാൻ ഏറെക്കുറെ നോക്കുമ്പം സിലബസ് നോക്കുമ്പോൾ കുറേ പഠിച്ചിട്ടുണ്ട്. 1.5 മാസം കൊണ്ട് ഞാൻ ഇത്രയും പഠിച്ചല്ലോ എന്നുള്ള ഒരു നല്ല കോൺഫിഡൻസ് വന്നു. പക്ഷേ പിന്നെ ഇതൊക്കെ പിന്നെയും മേലോട്ട് നോക്കണം എന്നുള്ള റിവിഷൻ എന്ന് പറയുന്ന സമയത്തിലേക്ക് റിവിഷൻ ഒട്ടും നോക്കുന്നില്ലല്ലോ. അങ്ങനെ ഞാൻ റിവിഷന് നോക്കാണ്ട് എക്സാം ഹാളിൽ പോയപ്പോൾ മൊത്തം കൺഫ്യൂഷൻ. കാരണം ഒക്കെ ഞാൻ പഠിച്ച് എനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസാണ് വന്നത്. പക്ഷേ എനിക്ക് മൊത്തം കൺഫ്യൂഷന്. അപ്പോൾ HSIക്ക് എടുത്ത ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? അപ്പോൾ UP എക്സാമിൻ്റെ തലേന്ന് ഞാൻ മിസ്സിനെ വിളിച്ചപ്പോൾ മിസ്സ് പറഞ്ഞല്ലോ, ഈ സമയം എന്നതിൻ്റെ വാല്യൂ മിസ്സ് ശരിക്കും വന്ന് എനിക്ക് പറഞ്ഞു തന്നു. അതെൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടു. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത്, എനിക്ക് ഓർമ്മ പോലും ഇല്ല കേട്ടോ, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ മറക്കൂലല്ലോ, എൻ്റെ ലൈഫിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ദിവസമാണല്ലോ. അപ്പം മിസ്സ് ലുലുവിലായിരുന്നു. ഏത്
കൊച്ചി ലുലുവിലാണ് ഞാൻ പർച്ചേസിങ്ങിന് വന്നതാണ്, ഇത്ര ദിവസം ഭയങ്കര സ്ട്രെസ് അല്ലായിരുന്നു, ഒന്ന് റിലാക്സ് ചെയ്യാൻ വന്നത്, അതൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ HSIക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ സമയം ഉള്ള കാര്യത്തിന് ഞാൻ അത്രയും വാല്യൂ കൽപ്പിച്ച്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ എല്ലാം കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്ത്. പിന്നെ എൻ്റെ മൈൻഡും ഓട്ടോമാറ്റിക്കായിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയമാകുമ്പോഴേക്കും, മെല്ലെ 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 മാറുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്തത് HSA, അതായത് സമീലത്ത് കെട്ടി HSA നാച്ചുറൽ സയൻസ് റാങ്ക് 1 കോഴിക്കോട് ഡിസ്ട്രിക്റ്റ്, ഇങ്ങനെ കുറേ സ്ഥലത്ത് എൻ്റെ വീട്ടിൽ എഴുതിയിട്ട് ഒട്ടിച്ചിട്ട്. പക്ഷെ ആരെങ്കിലും വീട്ടിലേക്ക് കൊറോണ ആയതുകൊണ്ട് ആരും വരൂലല്ലോ, അപ്പോൾ കാണൂല. അപ്പോൾ ഞാനിങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങോട്ട് ഞാൻ ഇടക്കിടക്ക് നോക്കിയിട്ട് അധികം നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ സ്വപ്നം കാണും. ആശാ മാം എന്നെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് എങ്ങനെ നിങ്ങൾക്ക് HSA നാച്ചുറൽ സയൻസിന് റാങ്ക് 1 കിട്ടി, ആ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അതായിരുന്നു എൻ്റെ ഏറ്റവും ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ വിനോദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഹോബി, അല്ലെങ്കിൽ ആ സമയത്ത് എൻ്റെ ലെഷർ ടൈം നമ്മൾ പറഞ്ഞ് കുറച്ച് സമയം മാറ്റിയേക്കല്ലോ മ്യൂസിക് കേൾക്കാൻ, ഞാൻ അത് നോക്കി സ്വപ്നം കാണുക, അതായിരുന്നു എൻ്റെ ആ ഒരു ലെഷർ ടൈം. ആശാമെന്നെ വന്ന് ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുക. അതുപോലെ ഒരു പിന്നെ ഹൈസ്കൂൾ, അതായത് ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ എന്നുള്ള ടാഗൊക്കെ വെച്ച് ഇങ്ങനെ നടക്കുന്നത് ഞാൻ ശരിക്കും വിഷ്വലൈസ് ചെയ്ത്. എനിക്ക് ഈ എക്സാമിൽ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. PSC എന്ത്, എത്ര പഠിക്കണം, സിലബസ് എന്ത്, പിന്നെ അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ, അതായത് ഒന്നും പഠിച്ചത് ഓർമ്മയില്ല. കാരണം ഒരു 2007 B.Ed കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയ ആളാണ് ഞാൻ. 10 വർഷം നാടുമായിട്ട് ഒരു ബന്ധമില്ല. ഈ 10 വർഷത്തിൻ്റെ അടുത്ത് ഒരു വർഷം ഒരേ ഒരു പ്രാവശ്യമാണ് മോനെ പ്രസവിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ എനിക്കൊന്നും അറിയില്ല. അങ്ങനത്തെ എനിക്ക് ഇത് കിട്ടണമെങ്കിൽ ഞാൻ അതിലേക്ക് ഇറങ്ങി ചെയ്യുന്നു. ഇവിടെ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. അതായത് ആ വിഷൻ എത്രമാത്രം സ്ട്രോങ് ആയിരുന്നു അല്ലേ, കിട്ടണം. അത് പറയാം ടാഗ്, ഞാൻ എപ്പോഴും നമ്മളുടെ പിള്ളേരോട് എല്ലാവരും പറയാറുണ്ട്, നിങ്ങളങ്ങ് കണ്ടോ, നിങ്ങൾക്ക് കാണുന്നതിനൊരു എല്ലാ ദിവസവും അത് തന്നെ നമ്മൾ സ്വപ്നം കാണുമ്പോൾ. അതെ, പക്ഷേ ഇത്രയും എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒന്നും അറിയില്ല. പക്ഷേ എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, ഈ എക്സാം നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഉറപ്പായിട്ടും നിനക്ക് കിട്ടിയിരിക്കും. അത് 100 അല്ല 150% ഞാൻ വിശ്വസിച്ച് ആ ഒരു നല്ല കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. എന്ത് കോൺഫിഡൻസ്, ശരിക്കും അതൊരു വലിയ കാര്യമല്ലായിരുന്നോ ആ ഒരു സത്യത്തിന്റെ പുറകെ തന്നെ ഒരു യാത്ര അല്ലേ? അതില് ശരിക്കും പ്രയാസങ്ങളും ഇല്ലായിരുന്നു? ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ 100 കിട്ടും എന്നുള്ള ആ ഒരു 100%, 150% ഞാൻ കോൺഫിഡൻ്റ് ആയി. അതേപോലെ നമുക്ക് കോൺഫിഡൻസ് മാത്രം ഉണ്ടായിരുന്നിട്ട് കാര്യമില്ലല്ലോ, 150% നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു മനസ്സോടി നമുക്ക് വേണം. അപ്പം അങ്ങനെ ഞാൻ ഇറങ്ങി. ശരിക്കും ഒന്നും അറിയാത്ത എനിക്ക് നിങ്ങൾ പറയുന്ന ആ കറക്റ്റ് സ്ട്രാറ്റജീസ് ഞാൻ ഫോളോ ചെയ്ത്, അത് മാത്രമേ ഞാൻ ശരിക്കും ചെയ്തുള്ളൂ. ഞാൻ നിങ്ങൾ തരുന്ന വീക്ക്ലി എക്സാംസ് കറക്റ്റ് ചെയ്തു. പിന്നെ അതുപോലെ ആദ്യമൊക്കെ എനിക്ക് എത്രയോ മാർക്ക് കുറവായിരുന്നു. പിന്നെ ഞാൻ ശരിക്കും മെയ്യിലാണ്, കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. പക്ഷേ മെയ് മുതൽ ഫെബ്രുവരിയിലായിരുന്നു എക്സാം, ഒരു 9 മാസം. അപ്പം ഇത് ഞാൻ കറക്റ്റ് നിങ്ങൾ പറയുന്ന എക്സാംസ് കറക്റ്റ് ആ പറയുന്ന ഇന്ന മൊഡ്യൂളിലെ ഇന്ന ഭാഗം എന്ന് പറഞ്ഞിട്ട് തരുമല്ലോ, ഓരോ വീക്ക്ലിയും എക്സാം ഉണ്ടാവും. അത് ഞാൻ കറക്റ്റ് പഠിച്ചു, എക്സാം എഴുതി. പിന്നെ ഞാൻ ഇങ്ങനെ കയറി വന്നു. ആദ്യത്തെ റാങ്കുകൾ ബാക്കിലായിരുന്നു, 30, 35 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അത് 20ആയി, 15ആയി, അവസാനം ഒരു 5, 3 അങ്ങനെ ആ ഒരു റേഞ്ചിലേക്ക് വന്നു. അപ്പം ഞാൻ മീൻസ് ഒന്നും അറിയാത്ത ഒരാളല്ലേ, എനിക്ക് തന്നെ അറിയാം എനിക്ക് ഒന്നും അറിയില്ല, പക്ഷെ കിട്ടും എന്നുള്ള ഒരു വിശ്വാസം, ദൈവം എന്നെ കൈവിടൂല, കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം. അപ്പോൾ ആ സ്ട്രഗിൾസിൽ ഒരു 5 പോയിന്റ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത സ്ട്രഗിൾസ് ഏതാന്ന് പറഞ്ഞാൽ, ഒന്ന് പറഞ്ഞു പ്രവാസി ജീവിതമായിരുന്നു, കുറേ വർഷമൊന്നും അറിയില്ലായിരുന്നു. അതിനുശേഷം കൊറോണ കാലമായിരുന്നു. പിന്നീട് വേറെ ആരുമായിട്ടും, എനിക്കറിയാം മക്കൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, തന്നെ ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു അല്ലേ. വേറെ ഓൺലൈൻ സ്റ്റഡി മെറ്റീരിയൽസിന്റെ ഒരു ദൗർലഭ്യമില്ലായിരുന്നു. ഇതല്ലാതെ വേറെ ഒന്നും കിട്ടില്ല. കാരണം ഒന്നും അറിയില്ല. ഞാൻ നെറ്റിലൊക്കെ നോക്കിയ സമയത്ത് എനിക്ക് 2016 ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ഞാൻ ഈ കാറ്ററ്റിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വെച്ച് അങ്ങനെ ചെയ്തു. മീൻസ് ഇങ്ങനെ മുന്നേ നമുക്ക് എക്സാം എഴുതി പരിചയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു നമ്മളെ OMR ഷീറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ബുക്ക് വാങ്ങിയിട്ട് ഞാൻ ഈ കാറ്ററ്റും അതേപോലെ മിസ്മാർ തരുന്ന ഓരോന്നും നിങ്ങളതിൽ ഞാൻ ചെയ്യും, അല്ലാണ്ട് ഞാൻ ബബിൾ ചെയ്ത് ഇങ്ങനെ പഠിച്ചു. കാരണം അത് ടൈം മാനേജ്മെന്റ് ഒരു മെയിൻ ഘടകമാണല്ലോ. അപ്പം അത് വളരെ ഒരു വീക്കായ ആളാണ് ഞാൻ. അപ്പം അതെങ്ങനെയെങ്കിലും ശരിയാക്കണം. പിന്നെ കൊറോണൻ്റെ സമയത്തും എനിക്കും കൊറോണ പിടിപെട്ടു. 3 മക്കളും ഞാനും മാത്രമേ ഉള്ളൂ. വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഹസ്ബൻഡിനും കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, കറക്റ്റ് പൈസ അയക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് ക്ലാസ്സും എടുക്കുന്നുണ്ടായിരുന്നു കാറ്ററ്റിന്. രാവിലെയും ക്ലാസ് എടുക്കും, വൈകുന്നേരവും ക്ലാസ് എടുക്കും. ഡേ ടൈമിൽ എനിക്ക് മക്കളുടെ കൂടെ സ്കൂൾ
ഇരിക്കണമായിരുന്നു. പക്ഷെ ഏറ്റവും ചെറിയ മോനെ ഞാൻ കംപ്ലീറ്റ്ലി തൽക്കാലം ഒന്ന് മാറ്റി നിർത്തി. അവന് UKG-യിലായിരുന്നു പഠിക്കുന്നത്. ഞാൻ അവനൊന്നും പഠിപ്പിച്ചില്ല. ആ മിസ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് എന്നെ ഇങ്ങനെ വഴക്കൊക്കെ പറയും, എന്താണ് നിങ്ങൾ എന്തത്ര കുട്ടീൻ്റെ ഭാവിനെ കുറിച്ച് ഒരു ബോധമില്ല എന്നൊക്കെ എന്നോട് പറയും. ഞാൻ മിണ്ടാണ്ട് അത് കേട്ട് നിൽക്കും, വെക്കും. ഞാൻ പറയും അവന് ഇരിക്കുന്നില്ല, അവന് ഓടിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഓനെ കുറേ കുറ്റം പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കി, നെക്സ്റ്റ് അപ്പോത്തിന് അടുത്ത വർഷം ഫെബ്രുവരിയിൽ കഴിഞ്ഞല്ലോ. പിന്നെ ഞാൻ അടുത്ത വർഷം ഒന്നുകൂടി UKG-യിൽ ചേർത്തി, വേറെ സ്കൂളിൽ. നന്നായിട്ട് പഠിച്ചപ്പോൾ ആള് ബെസ്റ്റാ. ക്ലാസ്സിൽ എന്താണ് തേർഡ് റാങ്ക് ആണ്. ഒന്നും പഠിക്കാത്ത കുട്ടിയായിരുന്നു. നന്നായിട്ട് ഇംഗ്ലീഷ് ഇതെല്ലാ വീട്ടമ്മമാർക്കും ഉള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ അമ്മമാർക്കുള്ള, വീട്ടമ്മ എന്നുള്ളതല്ല, അമ്മമാർക്കുള്ള ഒരു കൺസേൺ ആണ്. ആ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും, ഇപ്പം ഞാനും 2 പിള്ളേരുടെ അമ്മയാണ്, 2 ആൾക്കാർ എൻ്റെ വീട്ടിലുമുണ്ട്. അപ്പോൾ എല്ലാവരും പറയും നമ്മുടെ മക്കളുടെ പുറകിൽ ആവരുത് നമ്മളെപ്പോഴും ചെയ്യുന്നത്. നമ്മളിപ്പോൾ സെറ്റ് ആയതുകൊണ്ട് അവർക്ക് സേഫായിട്ട് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അമ്മ ഓൾറെഡി ഹൈസ്കൂൾ അധ്യാപികയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇപ്പം അറിയാം എന്താണ് മോൻ എങ്ങനെയാവണം എന്നുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കാണുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് പരിഗണിക്കുക. കീഴാർനെല്ലിയല്ലേ? ഇത് കീഴാർനെല്ലിയാ. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്തോ ഓർമ്മയുണ്ടോ? മറന്നുപോയി, പണ്ട് കുറേ പഠിച്ചു. കണ്ടോ, ഇതിന് തൊട്ട് മുമ്പിലുള്ള എല്ലാ ഇന്റർവ്യൂസിലും പറയാറുണ്ടായിരുന്നു എനിക്ക്, ഇല്ലേ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം അങ്ങനെയല്ലേ എപ്പോഴും ഈ നമ്മൾ, എനിക്കറിയാം ഒരുപാട് പഠനത്തിൽ ഈ ജീവിത അടുത്തുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ലേ, അത് ഓർത്തു വെക്കുക അങ്ങനെയൊക്കെ അല്ലായിരുന്നു നിങ്ങളുടെ ഒരു, അത് ബോട്ടണിയിലും സുവോളജിയിലും ഒരുപാട് സഹായകരമായിരുന്നു അല്ലേ? ശരിക്കും ബോട്ടണി പഠിക്കാനൊക്കെ ഏറ്റവും, ബോട്ടണി ആണെങ്കിലും സുവോളജി ആണെങ്കിലും ഞാൻ പറഞ്ഞില്ല, എനിക്ക് എപ്പോഴും ലൈഫിനോട് ചേർന്ന് നിൽക്കുന്നത് പഠിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ചെറുപ്പം മുതലേ എനിക്ക് ബയോളജിയോട് ഇത്രയും താല്പര്യം. അപ്പോൾ ഞാൻ ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാനിപ്പോൾ ഞാൻ പറഞ്ഞ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയി നല്ല ഹാർഡ് വർക്ക് ചെയ്ത് അത് മാത്രം ഉണ്ടായി നമുക്ക് സക്സസ് ആവാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്കതിലൊരു സ്മാർട്ട് വർക്ക് കൂടി വേണം. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഇതൊക്കെ എല്ലാം, കാരണം എൻ്റെ മുന്നിൽ വെറും 9 മാസം, അത് ഞാൻ ഇത്രയും വലിയ, കാരണം A മുതൽ Z വരെ പഠിച്ചുണ്ടാക്കണം, ഒന്നും മൈൻഡിലില്ല, ഫുൾ ബ്ലാങ്ക്. കേട്ടറ്റിന് പഠിച്ച ആ ഒരു മാസത്തെ അത് മാത്രമേ ഉള്ളൂ. പിന്നെ UP അസിസ്റ്റന്റിന് വേണ്ടി പഠിച്ചത് കൊണ്ട് കുറച്ച് GK അറിയാം. അല്ലാതെ നമ്മളെ സബ്ജക്റ്റ് നോളജ് ഉണ്ട്, പക്ഷെ എല്ലാം മറന്നു പോയില്ല, ഒട്ടും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ലല്ലോ കാര്യമായിട്ട്. അപ്പം ഞാൻ ഈ 9 മാസം കൊണ്ട് ഇത്രയും വലിയൊരു സിലബസും +2 വരെയുള്ള ബുക്ക് നമ്മൾ കലക്കി കുടിക്കണം. അപ്പം ഇത്രയും പഠിക്കാൻ എൻ്റെ മുന്നിൽ സമയം അധികമില്ല. അപ്പം ഞാൻ നല്ല ഡെഡിക്കേറ്റഡ് ആവണം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അത് മാത്രം പോരാ, നല്ല സ്മാർട്ട് വർക്കും വേണം. ഞാൻ അതിലെന്താ ചെയ്തത്? ആ സ്മാർട്ട് വർക്ക് എന്നുള്ളതിനകത്ത് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? പിന്നെ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇവിടെയൊക്കെ ഞങ്ങളെ ഉള്ളിലൊക്കെ കുറേ ചെടിയുണ്ട്. ഇപ്പോൾ ഫിലോഡെൻഡ്രോണൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിംസൊക്കെ ഞാൻ ഓരോന്നിൻ്റെയും മേലെ നോക്കും, എഴുതി വെക്കും. അരോമാറ്റിക്ക ഇൻഡിക്ക, അല്ലെങ്കിൽ ഫിലോഡെൻഡ്രോൺ സ്റ്റെനോലോബം, അങ്ങനെ ഓരോന്നിൻ്റെ ഇലകളെ മേലൊക്കെ അതിൻ്റെ പേര് പെർമനൻറ്റ് മാർക്കർ വെച്ച് എഴുതും. അതുപോലെ ഇപ്പോൾ ഞാനും 3 മക്കളാണ് വീട്ടിലുള്ളത്. ഞങ്ങൾ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 4 പേരും ടൂൾസായിട്ട് ഉപയോഗിച്ചു. മീൻസ് ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തുടയലിൽ നമ്മൾ ഫീമർ, അല്ലെങ്കിൽ നമ്മൾ ഇത് പാറ്റല്ല, നമ്മൾ കാലിൻ്റെ ഈ ചിരട്ടേൻ്റെ അസ്ഥീൻ്റെ പേര് മുട്ടിൻ്റെ. അപ്പം നമ്മളിങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം ചെവി നമുക്ക് നമ്മളെ കേൾവിനെ സഹായിക്കുന്ന ഓർഗൻ ഓഫ് കോട്ടി. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഓർഗൻ ഓഫ് കോട്ടി എന്ന് എഴുതി വെക്കും. ഇത് ആരുടെ അടുത്ത് എഴുതി വെക്കും? ഒന്നുകിൽ നാസിലെ മിഷ ഏതെങ്കിലും ആൾക്കാരുടെ എൻ്റെ കയ്യിലോ കാലിലോ മേലോ എഴുതി വെക്കാനുള്ള ഞാൻ എഴുതി വെക്കും. പ്ലസ് അവരും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് പ്രകൃതിയിൽ നിന്ന് പഠിക്കുക, അല്ലെങ്കിൽ കാണുന്നതിൽ നിന്ന് പഠിക്കുക. തലയാണെങ്കിൽ തലക്ക് നമ്മൾ തലയോട്ടിക്ക് കപാലം എന്ന് പറയും. കപാലത്തിൽ 8 അസ്ഥികൾ, 8 എന്നും ഇങ്ങോട്ട് അവിടെ ഒട്ടിച്ച് വെക്കും എന്തെങ്കിലും സ്റ്റിക്കർ വെച്ചിട്ട്. മുഖത്ത് 14 അസ്ഥികൾ, അത് ജസ്റ്റ് ഒന്ന് ഇവിടെ എന്തെങ്കിലും രീതിയിൽ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളെ മേലിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ തന്നെ പഠിക്കും. അതല്ലാണ്ട് ഇപ്പം നമുക്ക് കുറേ പല കാര്യങ്ങൾ, ഇപ്പോൾ പ്രകൃതി എന്ന് ഇപ്പം ഞങ്ങളെ വീട്ടിൽ നിന്ന്, ഞങ്ങൾ ആദ്യം വേറെ സ്ഥലത്തായിരുന്നു താമസം. അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു തെങ്ങുണ്ട്. തെങ്ങിൻ്റെ മേലെ ഞാൻ എന്താക്കി, മോണോക്കോട്ട് സ്റ്റെമ്മിന് സ്കാറ്റേർഡ് വാസ്കുലർ ബണ്ടിലാണ്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് വരച്ച് അതിലിങ്ങനെ ജസ്റ്റ് ഡോട്ട് ഇട്ട്. അപ്പോൾ എൻ്റെ എപ്പോഴും പോകുമ്പോൾ എന്താണ്, ഞാനത് കണ്ടുകൊണ്ട് പോവാം. അപ്പം ഞാൻ പോലും അറിയാതെ എൻ്റെ മൈൻഡിലേക്ക് കയറും. അങ്ങനെ ഓരോന്നും എക്സാർക്ക്, എൻഡാർക്ക്, ഇങ്ങനെ ഓരോന്നും ഞാൻ
പ്രകൃതിയിൽ തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് പറഞ്ഞത് സ്മാർട്ട് വർക്കിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഒരാൾ എങ്ങനെ വിജയിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും പ്രധാനമാണ് സ്മാർട്ട് വർക്ക് എന്നുള്ള കാര്യം അല്ലേ? അതുപോലെ നമ്മളിപ്പോൾ പുളീൻ്റെ കുപ്പിയിൽ ഞാൻ എന്താക്കും, ടാർട്ടാറിക് ആസിഡ് എന്ന് എഴുതിയിട്ട് വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് വെക്കും. മഞ്ഞൾപ്പൊടീൻ്റെ കുപ്പിയിൽ കുർക്കുമിൻ എഴുതിയിട്ട് വെക്കും. അങ്ങനെ ഓരോ സംഭവങ്ങളും നമുക്ക് ഇത് റിപ്പീറ്റഡ് ആയിട്ട് കാണുകയാണ്. ഞാൻ പണ്ട് പഠിച്ചതാണ്, എല്ലാവരും പറയുന്നതാണ്. ഞാൻ പണ്ട് 2007 B.Ed പാസ്സായതാണ്. പിന്നെ വലിയ ബന്ധമില്ലല്ലോ. അപ്പം മറന്നു പോകുന്നു എന്ന് പറയുമ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ടെക്നിക്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതേപോലെ എന്തെല്ലാം വേറെ എന്തൊക്കെ ടെക്നിക്കുകളുണ്ട് എല്ലാം പറഞ്ഞിട്ട് പിന്നെ അതുപോലെ എനിക്ക് നോട്ട്സ് വേറെ ഒന്നുമില്ലായിരുന്നു. കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് കിട്ടിയ നിങ്ങളെ നോട്ട്സിനേക്കാൾ കൂടുതൽ ഞാൻ ഉപയോഗിച്ചിരുന്നത് നമ്മളെ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. ആ ക്ലാസ് ഞാൻ കണ്ടിട്ട് അത് എഴുതി വെക്കും, കംപ്ലീറ്റ് എഴുതും. ഒരക്ഷരം പോലും വിടാണ്ട് ഞാൻ എഴുതും. അത് എഴുതി കഴിയുമ്പോഴേക്കും എൻ്റെ കയ്യിൽ നോട്ടുമായി ഞാൻ അത് കംപ്ലീറ്റ് പഠിച്ചും കഴിഞ്ഞു. നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ നോട്ട് എഴുതാനായിട്ട് ഏകദേശം 20-25 മിനിറ്റ് ആണല്ലോ നമ്മുടെ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അതിനെ എങ്ങനെയായിരുന്നു നോട്ട് എഴുതുന്ന ഒരു പ്രോസസ്സ് എന്തായിരുന്നു? ഞാൻ ഇങ്ങനെ ക്ലാസ് കേൾക്കും, ഓരോ അവർ പറയുന്ന ഓരോ 1 by 1 ആയിട്ട് കേൾക്കും. അതിങ്ങനെ നോക്കി എഴുതും. അത് ആ എഴുതുന്ന സമയത്ത് തന്നെ അത് മനസ്സിലാക്കാനും ശ്രമിക്കും. ഓക്കെ. അപ്പോൾ ചിലപ്പോൾ 1 മണിക്കൂർ അങ്ങനെയൊക്കെ എടുക്കും. ഓക്കെ. 1-2 പ്രാവശ്യം ക്ലാസ് കാണുമായിരുന്നോ? ശരിക്കും ഞാൻ ഒരു പ്രാവശ്യം കാണുമ്പോൾ തന്നെ ഞാൻ അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞു. പിന്നെ നോട്ട് മാത്രം നോക്കിയാൽ മതി. നോട്ട് മാത്രം നോക്കിയാൽ മതി. എനിക്ക് സത്യപൂർവ്വമായിട്ട് ഞാൻ ഒന്നുകൂടി എനിക്ക് കാണേണ്ടതായിട്ടുണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ നോക്കും. അപ്പോൾ ഈ പരീക്ഷകളൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ തരുമല്ലോ, ഒരു 5 ടോപ്പിക്കിൽ നിന്നായിരിക്കും റിവിഷൻ കൊണ്ടുവരിക. ആ സമയത്ത് എന്താ സമയത്ത് കാണുന്നത്? ക്ലാസ് ആണോ കാണുന്നത്, അതോ ഈ നോട്ടാണോ നോക്കുന്നത്? അപ്പോൾ ഞാൻ നോട്ട് തന്നെയാണ്, എനിക്ക് നോട്ട് തന്നെ. കാരണം അഖിലാമിസ് ഒക്കെ എടുക്കുന്ന നോട്ട് അത്രയും നമുക്ക് എന്തൊക്കെ വേണ്ടത് മാത്രമേ അവർ തരുള്ളൂ. അഖിലാമിസിന്റെ ക്ലാസ്സിൽ ഇത്ര വേണം, ഇത് വേണ്ട. അപ്പം വേണ്ടത് തരും ചെയ്യും, വേണ്ടാത്ത തരൂല്ല. കാരണം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വാസ്റ്റായിട്ട് ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ അവര് ആ കറക്റ്റ് സിലബസിലുള്ളത് നമുക്ക് വേണ്ടത് കറക്റ്റ് തന്നതുകൊണ്ടാണ് ശരിക്കും എന്നെപ്പോലെയുള്ള ഒരാൾക്ക് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റിയത്. ഈ പറഞ്ഞ ഒരു പോയിന്റിൽ പറഞ്ഞാൽ ഞങ്ങളെപ്പോഴും സ്റ്റുഡൻസിനെ കാണുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഒരു റിക്വയർമെൻ്റ് ആണ്. ചിലർ പറയും ഇത്രയും പഠിച്ചാൽ പോരാ, ഇത് കൂടുതൽ വേണം. അപ്പോൾ എങ്ങനെയാണ് എന്നു തൊട്ടാണ് അഖിലാമിസ് അല്ലെങ്കിൽ അങ്ങനെ തരുന്നത് തന്നെ പഠിച്ചാൽ മതി എന്നൊരു കോൺഫിഡൻസ് എവിടെ നിന്നാണ് തോന്നി തുടങ്ങിയത്? അത് ഞാനിപ്പോൾ കേട്ടറ്റിൻ്റെ എക്സാം ഇതൊക്കെ നോക്കും എന്ന് പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ റെഫർ ചെയ്ത സമയത്തൊക്കെ ഞാൻ ഈ പഠിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്നതിൽ ഞാൻ നോക്കി 2016 മാത്രമേ ഉള്ളൂ എൻ്റെ മുന്നേ ഉള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ HSAൻ്റെത്. അപ്പോൾ അത് നോക്കിയപ്പോഴൊക്കെ അത് മിസ് പഠിപ്പിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തോന്നി. അപ്പോൾ പിന്നെ ലെവൽ മാർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ വേറെ ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഓരോ വീക്ക്ലി എക്സാം നടത്തും. ആ ഓരോന്ന് സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ് ക്വസ്റ്റ്യൻ ഇടുക. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഇടുമ്പം നമുക്കത് അപ്പോൾ ടൈം മാനേജ്മെന്റ് ഏറെക്കുറെ നമുക്ക് ശരിയാവും. കുറേ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം ഈ ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ബൾബ് കത്തി. ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ സിമ്പിൾ കൂടിയിട്ട് ഞാൻ വേറെ എന്തൊക്കെ ചെയ്തു പോവോന്ന് നെഗറ്റീവ് വരുത്തുമോ എന്നുള്ളൊരു, കാരണം നമുക്ക് ഓവർ കോൺഫിഡൻസ് ആയി പോകില്ല. കാരണം നിങ്ങൾ തരുന്നത് സ്റ്റേറ്റ്മെന്റ് അപ്പം ഇങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഇത് വന്നപ്പം അത്ര സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ തരുന്ന അത്രയും ഇല്ല. നിങ്ങൾ കുറച്ചുകൂടി ടഫ് ആയിരുന്നു ക്വസ്റ്റ്യൻസ് തന്നത്, ഒരു ഹൈ ലെവലില്. പക്ഷെ എനിക്ക് ഇവിടെ ഒരു കാര്യം പ്രേക്ഷകരോട് പറയാനുണ്ട്. അതായത് ഇത് സമീലത്ത് പറയുന്ന ഒരു വലിയ പോയിന്റാണ്. പലരും എന്താണെന്നറിയാമോ, ഈ മത്സര പരീക്ഷ എന്താണ് ഡിമാൻഡ് എന്ന് അറിയാതാണ് പലരും പഠിക്കാറുള്ളത്. അതുകൊണ്ടാണ് ചിലപ്പം പറയുന്നത് അങ്ങ് ഡെപ്തിലേക്ക് പഠിച്ചു പോകും. ചിലവർ ഭയങ്കര ഡീപ്പായിട്ട് തന്നെ നെറ്റിന് വേണ്ട രീതിയിൽ തന്നെ ഇത് പഠിക്കണം, അല്ലെങ്കിൽ PG മാത്രം. ശരിക്കും എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റിയ 100% ഞാൻ നിങ്ങളെ വിശ്വസിച്ചതുകൊണ്ട് മാത്രമാണ്. കാരണം ആ ഒരു വിശ്വാസം എനിക്കില്ലായിരുന്നെങ്കിൽ ഞാനും മറ്റു പലതും തീർച്ചയായിട്ടും നമ്മൾ മറ്റു പലയിടത്തുനിന്നും ഈ പല സോഴ്സുകളും നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കും. അപ്പം നമ്മളെ സമയമാണ് പോകുന്നത്. എൻ്റെ മുന്നിൽ അധികം സമയമില്ല. ഇതിൻ്റെ ഒക്കെ കൂടെ ഞാൻ ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനത്തെ 2 മാസം, അതായത് ഈ കൺഫർമേഷൻ കൊടുത്ത ശേഷമാണ് ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് വെറും പഠനത്തിലേക്ക് മാത്രമായത്. ഈ കൺഫർമേഷൻ വന്ന ശേഷം ഞാൻ എക്സ്ട്രാ പഠിച്ചിട്ടില്ല. ഫുള്ള് റിവിഷൻ മാത്രം ബാക്കിൽ കഴിഞ്ഞു. കാരണം UP അസിസ്റ്റന്റിന് പറ്റിയ അത് അമളി ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതെനിക്ക് വലിയൊരു പാടായിരുന്നു. കാരണം കുറേ പഠിച്ചു പോയിട്ട് കാര്യമില്ല, നമുക്ക് വേണം റിവിഷൻ. അതായത്
പഠിച്ച മൊത്തം സിലബസ് പഠിച്ചാൽ പോലും നമ്മൾ ഹാഫേ പഠനമാവുന്നേ ഉള്ളൂ. ബാക്കി നമ്മൾ ഹാഫ് ആവണമെങ്കിൽ നമ്മൾ റിവൈസ് ചെയ്യണം. ആ റിവിഷൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പറയുന്ന കൂട്ടുകാർ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഒരുപാട് റിസോഴ്സസ് ഉണ്ടാവും. നിങ്ങളുടെ ഒരു കൂട്ടായ്മയൊക്കെ ഇല്ലായിരുന്നു, ഇങ്ങനല്ല പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ചില കറക്ഷൻസ് ചിലത് നല്ലതായിട്ട് നമുക്ക് കിട്ടാറുണ്ട്, പക്ഷെ ചില സമയങ്ങളിൽ ഞങ്ങൾ ഇതൊക്കെ തീർത്തു, അങ്ങനെയൊക്കെയുള്ള ഒരു സുഹൃത്ത് വലയൊന്നും ഇല്ലായിരുന്നു? ഭയങ്കര ഷിനിൽ എന്ന് പറഞ്ഞ ഒരു കുട്ടീനെ, അവനെ ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ഒന്നാം റാങ്ക്. അവരെ എനിക്ക് ഭയങ്കര, ഞാൻ എപ്പോഴും നമ്മൾ നോട്ടീസ് ചെയ്യല്ലോ ഏറ്റവും പഠിക്കുന്ന കുട്ടീനെ, ചില ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാനും. പിന്നെ ഞാൻ അങ്ങനെ ആരും വിളിക്കാനും, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഒരു വലിയ വീടൊന്നല്ല, ഒരു ചെറിയ 4 ചുവരിന്റെ ഉള്ളിലുള്ള ഒരു ഫ്ലാറ്റ് പോലെ ഒരു വീടിന്റെ മേലെയായിരുന്നു. ആ ചുവരിന്റെ ഉള്ളിൽ നിന്ന് പഠിച്ച് ഒരു വല്ലാത്ത സ്റ്റേജിൽ ഞാൻ എത്തി. അവസാനം ആകുമ്പോഴേക്കും എനിക്ക് പഠിച്ചാലേ ഇനി നിലനിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എക്സാം കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്കൊരു അയ്യോ ഞാൻ എന്ത് പഠിക്കും അങ്ങനെ ഒരു. പക്ഷെ ഇത്ര ആദ്യത്തെ റാങ്കൊക്കെ ഉറപ്പിച്ചായിരുന്നു പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ? കാരണം എന്താ വെച്ചാൽ ഞാൻ അത്ര വലിയ കുറച്ച് ഗ്യാപ്പ് വന്നു. പിന്നെ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്നുള്ള ഒരു ധാരണ എനിക്ക്. അപ്പോഴും ഈ വലിയ 6ാമത്തെ റാങ്കിലേക്ക് എത്തുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ല? ഇല്ല. ഇപ്പൊ ഞാൻ ടേൺ 4 ആയിട്ടാണ് ഈ HSA നാച്ചുറൽ സയൻസ് കോഴിക്കോട് നിന്ന് കയറിയത്. 9ാം റാങ്ക് ആയിരുന്നു. 9ാം റാങ്ക് ആയിരുന്നു. അതെ. അപ്പോൾ ഈ ടേൺ 4 HSA പോലെയുള്ള ഇത്രയും വലിയൊരു എക്സാമില് ടേൺ 4 നമ്മൾ കയറാന്നൊക്കെ പറയുമ്പം അതൊന്നും എന്നെ പോലെയുള്ള ഒരാള് എന്താ ചിന്തിക്കുന്നതിലപ്പുറമാണ്. പക്ഷേ എൻ്റെ ഉമ്മക്കും എൻ്റെ ഹസ്ബൻഡിനും മാത്രം ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് കിട്ടുമെന്ന്. ഉമ്മ എപ്പോഴും പറയും നിനക്ക് 5ഓ 6ഓ റാങ്ക് ഞാൻ ഉറപ്പിച്ച്. അത് എന്തിൻ്റെ ഇതിലാണ് ഉമ്മക്ക് എന്നിലുള്ള വിശ്വാസം എനിക്കറിയില്ല. ഹസ്ബൻഡും പറയും നിനക്ക് കിട്ടുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. എനിക്ക് സമയത്ത് ഇപ്പം പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതായത് ഞാനൊരു സാധാരണക്കാരിയാണ്, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു മീഡിയം ലെവലിൽ പഠിക്കുന്ന ഒരാളാണ്, ആ ഒരാൾക്ക് ഒരു HSA ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് സമീലത്ത് തെളിയിച്ചു. ഈ വീഡിയോ കാണുന്ന ഒരുപാട് പ്രേക്ഷകർ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, ഞങ്ങളെല്ലാം സാധാരണ രീതിയിൽ പഠിക്കുന്ന ആൾക്കാരാണ്, അവരുടെ മുമ്പിലുള്ള കുറേ സംശയങ്ങൾക്ക് ഒരു ഉത്തരമാണ് താങ്കൾ പറഞ്ഞത്. അതിനെ എന്തൊക്കെയാണ് അങ്ങനെ ഒരു സാധാരണക്കാർ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഒരു 2 വാക്കിൽ പറയാൻ പറഞ്ഞാൽ എന്ത് പറയുമായിരിക്കും? സാധാരണക്കാരെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് സാധാരണക്കാരെന്ന് പറഞ്ഞതുകൊണ്ടാണ്, ഇത് സാധാരണക്കാരൊന്നുമല്ല, ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. എങ്കിലും എന്താണ് ആ ഒരു നമ്മൾ സാധാരണ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലൊക്കെ എന്നേക്കാൾ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങളെ ഫാമിലിയിലൊക്കെ ഓൾമോസ്റ്റ് കുട്ടികളെയും ഒരു 18 വയസ്സാകുമ്പോഴത്തേനും കെട്ടിച്ചു വിടുക അങ്ങനത്തെ ഒരു ഇതാണ്. ശരിക്കും ഞാൻ കുറേ പഠിച്ചതുകൊണ്ട് എൻ്റെ ഉമ്മയും ഉപ്പയും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം പെൺകുട്ടീനെ എത്ര പ്രായമായിട്ടും കെട്ടിച്ചു വിടാതാകുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടുകാർ ചോദിക്കില്ല. ഉപ്പേനെയും ഉമ്മേനെയൊക്കെ ഞാൻ കുറേ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിലെ കാര്യം ഉമ്മക്കും അന്ന് കുറച്ച് ബാക്ക് പെയിൻ അങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അത് കാരണം വീട്ടിലെ പണിയൊക്കെ എടുത്തിട്ട് വേണം എനിക്ക് കോളേജിൽ പോകാനും ഇതൊക്കെ വീട്ടിലെ വാഷിങ്ങും അടിച്ചു വാരാൻ നനച്ചു അങ്ങനത്തെ എല്ലാ പണികളും ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്ന് അറിയില്ല, അത്ര ഭയങ്കരമായ മാർക്ക് കിട്ടാറില്ല, ഒരു ഫസ്റ്റ് ക്ലാസ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് വിചാരിക്കുക ഞാൻ ജസ്റ്റ് ഒരു ആവറേജ് ആണ് എന്നാണല്ലോ. കാരണം ഒന്നിലും എനിക്ക് വലിയ ഒരു ഇതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ഇത് കഴിഞ്ഞ് ഇത്ര വലിയ ഗ്യാപ്പ് വന്നു, ഒരിക്കലും കിട്ടൂല എന്നുള്ളത് വന്ന് കേട്ടിട്ട് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നല്ല കാര്യം, നമ്മളെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും തന്നെയാണ്. ഒരു വിജയം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു ബൂസ്റ്റ്. അതെ, വെറും 1 മാസം കൊണ്ട് എനിക്ക് കാറ്ററ്റ് കിട്ടി. ആ ബാച്ചിലെ ഏറ്റവും ലോ സ്റ്റുഡൻറ്റ്, അതായത് ലോവസ്റ്റ് ആയിരുന്നു ഞാൻ. ബാക്കിയുള്ളവ എല്ലാവരും സാറിനോട് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എനിക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. അപ്പോൾ എഴുതാൻ അറിയുന്നില്ല മലയാളം. അങ്ങനത്തെ എനിക്ക് 1 മാസം കൊണ്ട് അതിൽ ഞാൻ മാത്രം വിജയിച്ചു എന്ന് പറയുമ്പോൾ അതെൻ്റെ കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് കൂട്ടി. അപ്പം എനിക്ക് മനസ്സിലായി HSA ആണെങ്കിലും അത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നതൊക്കെ ഒരു ഫൂളിഷ്നെസ് ആയിരുന്നു. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ഇട്ടാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഞാൻ ജോലിയും കൂടി ചെയ്തിരുന്നു. അപ്പോൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഞാൻ അവസാനത്തെ 2 മാസമാണ് ജോലി കംപ്ലീറ്റ്ലി ഒഴിവാക്കിയത്. അതായത് വർക്കിംഗ് വിമണാണ്, 3 കുട്ടികളുടെ അമ്മയാണ്, ഇതൊക്കെ ആയിട്ട് പോലും ഒരു വലിയ ആവറേജ് സ്റ്റുഡൻ്റ് ആണ് എന്ന് പറഞ്ഞ ആൾ തന്നെയാണ് ഈ പറയുന്ന വലിയ റാങ്കിലേക്ക് എത്തിയത്. ഇനിയും സ്കൂളിൽ എത്തിയെന്ന് പറഞ്ഞു, സാലറിയൊക്കെ കിട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ശരിക്കും കുറേ കാലം ഒരു കാര്യത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ലിസ്റ്റ് വന്നിട്ട് 1.5 വർഷമായി. ഫസ്റ്റ് റാങ്ക് മാത്രം കയറി, പിന്നെ
കംപ്ലീറ്റ് ഫ്രീസ് ആയി പോലായി. നിങ്ങളുടെ കോഴിക്കോട് ജില്ലയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ 1.5 വർഷത്തോളം ഇടക്കിടക്ക് തിരുവനന്തപുരം പോകും. ചില സമയങ്ങളിലൊക്കെ വിദ്യാഭ്യാസ മന്ത്രി എണീക്കുന്ന മുന്നേ ഞങ്ങള് വീട്ടിലുണ്ടായിരുന്നു. അവരെ ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് അങ്ങനെ ഒരുപാട് ഞങ്ങൾ നിയമസഭ തുടങ്ങുന്ന അന്ന് എപ്പോഴും രാവിലെ ഞങ്ങൾ നിയമസഭാ മന്ദിരത്തിലുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഒരുപാട് തവണ PNRDയിലും പല സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയതിൻ്റെ ഒക്കെ ഫലമായിട്ട് ദൈവം അത് കാണുന്നുണ്ടല്ലോ, നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്ന് കയറിപ്പോയി. ഇപ്പൊ 5 പേരാണ് കയറിപ്പോയത്. അതിൽ ഞാൻ തേർഡ് ആയിരുന്നു. അതായത് നമ്മൾ ലിസ്റ്റ് നോക്കുമ്പോൾ 4th ടേണിൽ കയറാൻ പറ്റി. എന്നിട്ട് സാലറി കിട്ടി. ഒരുപാട് സന്തോഷം. ആദ്യം ഞാൻ ചെയ്ത് കുറേ നമുക്കിങ്ങനെ പലർക്കും നമ്മൾ നേരുമല്ലോ, അത് ചെയ്ത് നമുക്കിങ്ങനെ ഭയങ്കര ആഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ, അതൊക്കെ അതായിരുന്നു മെയിൻ. കാരണം നമുക്ക് ദൈവത്തോട് എത്ര എനിക്ക് നന്ദി പറഞ്ഞിട്ടും അതൊരു മതിയാവാത്ത പോലെ ഇപ്പോഴും ഇനി എന്നും ലൈഫ് ലോങ് അത് ഉണ്ടാവും. ഹസ്ബൻഡ് പറയും ആദ്യത്തെക്കാട്ടി കുറച്ച് ഭക്തി കൂടിയെന്ന്. കാരണം സാധാരണ എല്ലാവർക്കും ജോലി കിട്ടുമ്പോൾ കുറച്ചുകൂടി ആഷ്പോഷായി, കുറച്ചുകൂടി എന്താ പറയുക, നമ്മളെ സംസാരത്തിലും ഇതിലൊക്കെ കുറച്ചൊരു കൂടുതലോ. നിനക്കത് എന്താ പറയുക, ദൈവത്തെ കുറിച്ച് എന്താ പറയുക, ഡിവോട്ടഡ് ആയി ഒന്നുകൂടി. നമുക്ക് അത്രയും നല്ലൊരു അനുഗ്രഹം എനിക്ക് തന്നല്ലോ. കാരണം ഞങ്ങളെ ലിസ്റ്റിൽ ഞാൻ 9ാം റാങ്ക്, 10ാം റാങ്കുകാരിയും 8ാം റാങ്കുകാരിയും അതിൻ്റെ അപ്പുറം ഉള്ളവരൊക്കെ PhD-കാരാണ്. ഓൾമോസ്റ്റ് ആൾക്കാരും PhD-കാര്. സപ്ലിമെൻ്ററിയിൽ പോലും ഞാൻ വെരിഫിക്കേഷന് പോയ സമയത്തും ഇൻ്റർവ്യൂവിന് പോയ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് പേര് പരിചയപ്പെട്ടു. ഓൾമോസ്റ്റ് ആൾക്കാരും PhD-കാരാണ്. ഡിഗ്രി, അതായത് PG ഉണ്ട് എനിക്ക്, പക്ഷേ MA ലിംഗ്വിസ്റ്റിക്സ് ആണ് ഞാൻ ചെയ്തത് ഇംഗ്ലീഷിൽ. അപ്പോൾ പക്ഷേ ബോട്ടണിയിൽ എനിക്ക് PG ഇല്ലല്ലോ. അങ്ങനെ അപ്പോൾ ബോട്ടണിയിലാണല്ലോ നമ്മൾ ഈ എക്സാം ഒക്കെ എഴുതുന്നത്, നമ്മളെ നാച്ചുറൽ സയൻസ്. അതിൽ ഒരു PG പോലും ഇല്ലാത്ത എനിക്ക്, ജസ്റ്റ് ആവറേജ് ആയ നോർമൽ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് പോയ എനിക്ക് ഇത്രയും വലിയൊരു റാങ്കിലേക്ക്, ഇത്രയും വലിയൊരു നേട്ടത്തിലേക്ക് ദൈവം എന്നെ എത്തിച്ചല്ലോ. അപ്പം നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും അത് ആ ഒരു സന്തോഷം കണ്ടോ. ഈ ഒരു സന്തോഷമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. നമ്മളൊരു എക്സാമിന് ട്രൈ ചെയ്യുമ്പം ആദ്യം നമുക്ക് ഉറപ്പ് വരുത്തണം ഇത് കിട്ടും എന്നുള്ള കാര്യം. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ വിജയം നമ്മൾ പൂർണ്ണമായും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അത് തീർച്ചയാണ്. അതിലാണ് ഓരോരുത്തരും ഓരോ സക്സസ് ജേതാക്കളും പറയുന്നത്. ഇനി എക്സാം എഴുതാൻ പോകുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. ആ ഉദ്യോഗാർത്ഥികളുടെയൊക്കെ സമീലത്തിന് ആസ് എ വർക്കിംഗ് മദറായിരുന്ന ഒരു എക്സ്പീരിയൻസിൽ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? ടിപ്സ് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു സന്തോഷം, നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എന്താ പറയുക, ഒരു വാല്യൂ, എവിടെ നമ്മൾ പോയാലും നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ, അതന്നെ ഏറ്റവും വലിയ, അത് നമ്മൾ ശരിക്കും അനുഭവിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. കാരണം നമുക്കൊരു വാല്യൂം തരാത്ത, നമ്മളെ ഇടിച്ച് താത്തി ചവിട്ടിക്കൂട്ടി ഒരു മൂലയിലിട്ട ആളുകൾ പോലും നമുക്ക് ഒരുപാട് അത്രയും റെസ്പെക്റ്റ് തന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുവരുന്നു. അത് ആലോചിക്കുമ്പോൾ തന്നെ നമ്മളെ ഓട്ടോമാറ്റിക്കായിട്ട് പഠിച്ചു പോകും. ഞാൻ വെറും 9 മാസം കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് മാം എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ആശാ മാം എന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്യണം. ഞാൻ വിളിക്കാതെ മിസ് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. അത് സാധിച്ചു. പിന്നെ ഇപ്പോൾ നമുക്ക് ടിപ്സ് എന്ന് പറയുകയാണെങ്കിൽ ഇത് തന്നെ, നമ്മൾ നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആവുക. നല്ല ഡെഡിക്കേഷൻ, ഞാൻ 100% അല്ല 150% അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങാം. ഉറപ്പായിട്ടും നമുക്ക് അങ്ങോട്ട് അത് എടുത്ത് വരാൻ പറ്റും. നമുക്ക് ഉറപ്പായിട്ടും അത് കിട്ടിയിരിക്കും. പിന്നെ നമ്മൾ OMR ഷീറ്റൊക്കെ വെച്ച് നമ്മൾ ഈ പറയുന്ന സ്ട്രാറ്റജികളൊക്കെ റിവിഷൻ വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പം കേട്ടല്ലോ, ഒരുപാട് ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ നിങ്ങൾക്ക് കിട്ടി. ഈ ഒരു വീഡിയോ ഒരുപാട് സന്തോഷമുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ കോഴിക്കോട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് എഴുതിപ്പിച്ച ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ടാവും. അതിൽ സത്യം പറഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് എനിക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഈ ഒരു വിജയം കണ്ടുകൊണ്ട് തന്നെ എത്തിയിരിക്കുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ജീവിതത്തിൽ ഇതേപോലെ തന്നെ മുന്നോട്ട് വെച്ചടി എന്താ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. ഇത്രയും എനിക്ക് ഈ ഒരു വിജയം കിട്ടാനുള്ളതിന് ഏറ്റവും വലിയൊരു പങ്ക് നിങ്ങൾക്കും പങ്കുണ്ട് എന്നല്ലേ, ഏറ്റവും വലിയൊരു പങ്കുള്ള. ഞാൻ ഹാർഡ് വർക്ക് ചെയ്തെങ്കിലും അതിലേക്ക് എനിക്ക് വഴി തെളിച്ച് തന്നെ നിങ്ങളായിരുന്നു. നിങ്ങൾ മാത്രം. എനിക്ക് വേറൊരു സോഴ്സും ഇല്ല, ഒരു സ്റ്റഡി മെറ്റീരിയലോ വേറെ ഒന്നുമില്ല. നിങ്ങൾ മാത്രമായിരുന്നു. ആ ഒരു വിശ്വാസത്തിലാണ്, നിങ്ങളെ 100% വിശ്വസിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ വിജയം കൈവരിക്കുന്നത്. അതിന് മിസ്സിനോട് മതിയാവില്ല. ഓക്കെ, അത് തന്നെയാണ് ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കിൻ്റെ ഒരു വിജയവും. ഞങ്ങൾ തുടങ്ങിയ അന്ന് തൊട്ട് 2016 തൊട്ടാണ് നമ്മൾ ഓൺലൈനിലേക്ക് ഫുള്ളായിട്ട് വരുന്നത്.
അന്ന് തൊട്ട് ഈ റിസൾട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം നിൽക്കുന്നതെന്ന് ഞാൻ പറയും. ഇതുപോലെ ഒരുപാട് പേരാണ്. ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റുഡൻസ് തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഒക്കെ പുതിയ HSI സ്വപ്നം കാണുന്നുണ്ടോ, ഇനി പോന്നു പഠിപ്പിക്കും, ഞങ്ങൾ പഠിപ്പിക്കും. അത് ഉറപ്പായും പഠിച്ചാൽ റാങ്ക് ലിസ്റ്റിലുണ്ടാകും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനിയും കാണാം പുതിയ വീഡിയോസുമായിട്ട്. താങ്ക് യു. रेत सी बूंद का जरिया तू पा के तुझे भीग जाऊं रे मैं रेत सी बूंद का जरिया तू पा के तुझे भीग जाऊं रे तेरे जाऊँ तेरे जाऊँ तेरी आए तेरे जाऊँ जी इश्क में पाके मैं तेरा नितर जाऊँ रे पिया बस तेरी मैं हो चूले तकदीर മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്, മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്. അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്. അതിവേഗ നിസ്കാര പായാ നനക്ക്. പടപ്പ് പാടപ്പോട് പിരിശത്തിൽ നിന്നോളി. പടച്ചോൻ്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി നിൽക്കേണ്ട പൊന്നാര ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. നല്ല ആരംഭരങ്ങളും ഒന്നായി കുത്തിക്കെട്ടി കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ നല്ല ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടി കൊണ്ടാടുമ്പോൾ ആനന്ദമൃത കല്യാണം. പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അത്രയും ത്യാഗങ്ങൾ ചെയ്ത ഒരു കുട്ടിയാണ്, അത്രയും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തൊരു കുട്ടിയാണ്. എല്ലാം അവർക്ക് വേണ്ടിയിട്ട് ത്യാഗം തിരിച്ച് എനിക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു തന്നു. പിന്നെയാണെങ്കിൽ ഈ PSCക്ക് വേണ്ടിയിട്ട് അത്രയ്ക്കും ഹാർഡ് വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. ഒത്തിരി നല്ല 3 പിള്ളേരെ വെച്ചിട്ടാണ് അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്തത്. അത് മറക്കാനാവാത്തൊരു ട്രാജഡിയാണ്. ഞാൻ എപ്പോഴും അത് ഓർക്കുന്നുണ്ട്. എപ്പോഴൊന്നുമില്ല, എല്ലാവരും, ഞാൻ ഗൾഫിലാകുമ്പോൾ തന്നെ ഞാനിങ്ങനെ ഓർക്കും 3 മക്കളെയും കൊണ്ട് എങ്ങനെയാണ് അവൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അത്രയ്ക്കും എനിക്ക് അഭിമാനമാണ് എൻ്റെ ഭാര്യനെ കൊണ്ട്. കാരണം 3 മക്കളെ വെച്ചിട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ടല്ലോ, അതൊരു മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെ വെച്ചാൽ അവളെ ടാലൻറ്റ് ഒരിക്കലും നമുക്ക് നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അവൾ ഹാർഡ് വർക്ക് ചെയ്ത് മുമ്പോട്ട് പോയിട്ടുണ്ട്. ഇനിയും മുമ്പോട്ട് ഒരുപാട് കാര്യങ്ങൾ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും എത്തും അവൾ. ഇതിനുള്ള എന്ത് സപ്പോർട്ടും ഞാൻ അവൾക്ക് വേണ്ടി ചെയ്തു. അതൊന്നും എനിക്കൊരു മടിയില്ല. ഇൻഷാ അല്ലാഹ് എല്ലാം നല്ലതാവട്ടെ. അസ്സലാമു അലൈക്കും. എൻ്റെ മോള് അമ്പാടും കഷ്ടപ്പാട് പെട്ടിട്ടാണ് ഈ ഒരു ഇതിൽ അള്ളാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇത് കിട്ടിയത്. ഇപ്പോഴും ചോദിക്കും എനിക്ക് കിട്ടമ്മ എന്ന് ഇങ്ങനെ എന്നോട് വിളിച്ച് ചോദിക്കും ഫോൺ ചെയ്തിട്ട്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കിട്ടും മോളെ, ഈ പ്രതീക്ഷിച്ചോ, പഠിച്ചാൽ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് കിട്ടിയിരിക്കും. അങ്ങനെ ഓക്കത് കിട്ടിയത് അൽഹംദുലില്ലാഹ് ഹൈറായിട്ട് നമുക്ക് അന്നാവ് എത്തിച്ചേർക്കും. ഇനി എങ്ങനെയെങ്കിലും പഠിച്ചാൽ എങ്ങനെ ഒരു വീടൊക്കെ എത്തിച്ചേർക്കട്ടെ. പിന്നെ എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. എല്ലാവർക്കും കുടുംബത്തിനും തന്നെ ഭയങ്കര ഒരു കാര്യം തന്നെ അവർക്കത് കിട്ടിയതിൻ്റെ പേരിൽ. അസ്സലാമു അലൈക്കും. ഇതെൻ്റെ ഒരേ ഒരു നാത്തൂനാണ് സെമീലത്ത്. താത്ത ആഗ്രഹിച്ച ഒരു ഫീൽഡായിരുന്നു ടീച്ചറാവാൻ. പലപ്പോഴും താത്തൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ പോകുമ്പോൾ താത്ത ബെഡ്റൂമിലും താത്ത കിച്ചണിലും എല്ലാം ഇങ്ങനെ ഓരോ ചെറിയ ക്ലിപ്പിങ്സ് അല്ലെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയോ എഴുതി വെച്ചേക്കണേ. അപ്പം എനിക്കിതിന് കൂടുതൽ എന്നെ പറ്റിയിട്ട് അറിയില്ലായിരുന്നു. താത്ത പറഞ്ഞ PSCക്ക് വേണ്ടിയിട്ട് പഠിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ PSC എക്സാമോ എന്താണോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊന്നും എനിക്കറിയത്തില്ല. പിന്നെയാണ് താത്ത പറഞ്ഞ ഈ ഒരു കോച്ചിങ്ങിന് ചേർന്നു, കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ചേർന്നിട്ടുണ്ട്, അതിലിങ്ങനെ ക്ലാസ് ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോഴാണ് HSC എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ എക്സാം വന്നു, താത്ത അറ്റൻഡ് ചെയ്തു.
എന്നിട്ട് അതിൽ റാങ്ക് ലിസ്റ്റ് 9 ആയിരുന്നു. അപ്പോഴും താത്ത ഇങ്ങനെ ടെൻഷനിൽ നിൽക്കുക. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു എന്താണ് ഇത് താത്ത ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ താത്ത പറഞ്ഞ് HSA ഏതുവരെയാണ് നമുക്ക് കാലിക്കറ്റ് കിട്ടാന്ന് നമുക്കറിയില്ല, പക്ഷേ അൽഹംദുലില്ലാ താത്തക്ക് ഈ ഒരു വർഷം തന്നെ ഗവൺമെൻറ് സ്കൂളിൽ ജോബ് കിട്ടി. താത്തൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് അംബീഷൻ ആയിരുന്നു ഒരു ടീച്ചറാവാന്ന്. താത്ത വേറെ ഒരു ഫീൽഡിലേക്കൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ടീച്ചറാണ് താത്തക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോബ്. അൽഹംദുലില്ലാ ആ ഒരു ജോബ് താത്തക്ക് നേടാൻ പറ്റി. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.